ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെമിനാസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിംഗ് നമുക്ക് തയ്യാറാക്കാം. ആദ്യമായി ഇതിനാവശ്യമുള്ള നല്ല പഴുത്ത മാമ്പഴം വേണം. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ കൂടെയാണല്ലോ. ഇനി ഒരു 3 മാമ്പഴം ഇതിൽ നിന്ന് ചെത്തിയെടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്ത ഈ പൾപ്പിലേക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുക്കാം. ഞാൻ പഞ്ചസാര ഇട്ട് അടിച്ചെടുത്ത വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ പൾപ്പിൻ്റെ കൂടെയും മാങ്ങ അടിക്കുമ്പോഴേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അടിച്ചു വെക്കാം. കണ്ടൻസ് മിൽക്കിന് അത്യാവശ്യം മധുരം കിട്ടും. വേണമെങ്കിൽ മാത്രം പഞ്ചസാരയും കൂടെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഇതുപോലുള്ള അരികു ഭാഗമെല്ലാം മാറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ടും ചേരുവകൾ വളരെ കുറച്ചും മതി ഇത് തയ്യാറാക്കാൻ. ഇനി നമുക്ക് തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈഡ്സ് നിരത്തി കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം. പിന്നെ ഈ ബ്രെഡ് നിരത്തുന്ന സമയത്ത് ഒന്ന് പാലിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡ് വെച്ചു കൊടുക്കുക. ഇനി നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും മാങ്കോയുടെയും ആ മിശ്രിതം ഇതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ പോർഷനിലും എത്തുന്ന പോലെ ഒരു കോട്ടിങ് കൊടുക്കാം. ഇനി ഇതുപോലെ ബ്രെഡ് നിരത്തി കൊടുക്കുക. വളരെ സിമ്പിളായിട്ടും ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ധാരാളം മാങ്ങ കിട്ടുന്ന സമയമാണ്. ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഈ ബ്രെഡിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുക. ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരേ തിക്നെസ്സിൽ തന്നെ ലെയർ കിട്ടും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങാണ്. ഇനി നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം തന്നെ കിട്ടിയില്ല എങ്കിൽ ഇച്ചിരി ഫ്രഷ് ക്രീം ആണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്രഷ് ക്രീം ഇല്ല എങ്കിൽ ഒരു കവർ പാൽ മാത്രം മതി. അത് ഒന്ന് കാച്ചി അതിനെ പിരിച്ചെടുക്കുക. നാരങ്ങനീര് വല്ലതും യൂസ് ചെയ്ത് പിരിച്ചെടുത്തിട്ട് അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ പ്യൂരി കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് തന്നെ പറയാം. അപ്പം വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്കും നമ്മൾ മാങ്കോയുടെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒത്തിരി നേരം വെക്കാൻ വേണ്ട, ഒരു 3 മണിക്കൂർ ഒക്കെ വെച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് ലഭിക്കും. അപ്പോൾ ഫ്രീസറിലൊന്നും വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഇത് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലെയറായിട്ട് നല്ല